ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥാ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കുഞ്ഞപ്പനെയും അതുപോലെ തന്നെ മധുവിനെയും എല്ലാവരെയും അവിടെ നിന്ന് അപമാനിച്ച് പറഞ്ഞയക്കാണ് നന്ദിനിയും ഇന്ദുവും കൂടി ചേർന്ന് എല്ലാത്തിനും ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. അഞ്ജലിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. അഞ്ജലി അവരോട് പറയണത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോഴേക്കും എന്നാലും അഞ്ജലി നീ ഇങ്ങനത്തെ കുടുംബത്തിലേക്ക് കയറി വന്നല്ലോ, അത് ആലോചിച്ചിട്ടാ ഞങ്ങൾക്ക് വിഷമം. നിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും വീട്ടിലാർത്തും നിങ്ങൾ പറയരുത്. ഇല്ല അഞ്ജലി, ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മക്കൊക്കെ അത് വല്ലാത്ത വിഷമമോ. ശിവരാമ സാറിനും ശ്യാമളേച്ചിക്കൊക്കെ ഭയങ്കര വിഷമവും. പിന്നെ ആര്യച്ചിയുടെ കാര്യം പറയുകയും വേണ്ടല്ലോ. ഞങ്ങളായിട്ട് ആരോടൊന്നും പറയുന്നില്ല. പിന്നെ നിന്നോട് ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിന്റെ വീട്ടിൽ ചിലപ്പോൾ നിന്നെ കേട്ടുന്നുണ്ടാവില്ല, പക്ഷേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ വിളിക്കണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായമൊക്കെ ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരാം. അഞ്ജലി, നീ സേഫ് ആയിട്ടിരിക്കണം. ഞങ്ങൾക്ക് എന്തോ പേടിയാവാം നിന്നിപ്പോ ഇവിടെ കണ്ടിട്ട്. നിന്നെ ഇവിടെ സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും ആരും ഇല്ലല്ലോ അഞ്ജലി. ഇത് കേൾക്കുന്ന അഞ്ജലി പണ്ടേ ഇവിടുത്തെ മുത്തശ്ശി വളരെ നല്ലതാ, ഇവിടുത്തെ ചെറിയമ്മയും ചെറിയച്ഛനും പിള്ളേരൊക്കെ വളരെ നല്ലതാ. അർജുന്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ ഇപ്പൊ വന്ന ഇളയമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ ചേച്ചി എന്ന് പറഞ്ഞതും അവര് മാത്രമേ ഉള്ളൂ ഭയങ്കര സാധനം. ബാക്കിയുള്ളവരൊക്കെ പാവങ്ങളാണ്. നീ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. എന്തായാലും അഞ്ജലി ടേക്ക് കെയർ, ഞങ്ങളെന്നാ പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അയ്യോ വേണ്ട അഞ്ജലി, ഇനി അത് ഞാൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിനക്കായിരിക്കും വഴക്ക് കേൾക്കാൻ പോണത്. നീ എന്തുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മധുവും കുഞ്ഞപ്പനൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാട്ടോ. അഞ്ജലിക്ക് വല്ലാത്ത വിഷമമാണ്. ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോയാൽ മതി എന്ന് മാത്രമുള്ള അഞ്ജലി കേട്ടോ. വേഗം തന്നെ അഞ്ജലി രണ്ടും കൽപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ബാഗിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ. ആ സമയത്താണ് അർജുൻ അവിടെയൊക്കെ ചീറിപ്പാഞ്ഞു വരുന്നത്. തന്റെ അഞ്ജലി അവിടെ തന്നെ ഉണ്ടോ, അതോ അമ്പാടി പറഞ്ഞ പോലെ അനുപമ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോയോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അർജുൻ അവിടേക്ക് ഓടി വരുവാണ് ചെയ്യണത്. നോക്കുമ്പോ അഞ്ജലി അവിടെ ഉണ്ട് കേട്ടോ. എടോ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? എന്താ എനിക്ക് കുഴപ്പമില്ലത് സംഭവിക്കണമായിരുന്നോ? അർജുൻ അതാണോ ആഗ്രഹം? അല്ല, താൻ ഇവിടേക്കായി പോണത് എനിക്ക് മടുത്തു, ഞാൻ പോകുക, ഇവിടെ നിന്ന് പോകുക. ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതിന് ഞാനിവിടുത്തെ ആരാ? ഞാനിവിടുത്തെ ആരുമല്ല, ഇവിടുന്ന് പോയിക്കോളാം, എവിടെയെങ്കിലും പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അർജുൻ പറഞ്ഞിടോ താൻ ഞാൻ പറയണൊന്ന് കേക്ക്. വേണ്ട, എന്നോടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് അഞ്ജലിയുടെ മൊബൈലിൽ ബെല്ലടിക്കുക കേട്ടോ. അഞ്ജലി നോക്കുമ്പോഴേക്കും ആര്യയായിരിക്കും. ഫോൺ വേഗം എടുക്കുകയാണ്. ഹലോ ആര്യേച്ചി. മോളെ അഞ്ജലി, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്തത്? ചേച്ചി, എനിക്കത് ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. മനസ്സിലായി, എനിക്ക് അവിടുത്തെ സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും മിസ് കോള് കാണുമ്പോൾ നീ ഫ്രീ ആകുമ്പോൾ വിളിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നത്. മോളെ അഞ്ജലി, നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചേച്ചി ഇവിടെ അത് പിന്നെ മനസ്സിലായി, എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലേ ചേച്ചി. അമ്മക്കും അച്ഛനും എന്നോട് ദേഷ്യമാണ് ഇപ്പോഴും. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് നിന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ട് മോളെ. ചേച്ചി, ഞാൻ അവിടെ വരുവാണെങ്കിൽ അച്ഛനും അമ്മയും എന്നെ വീട്ടിൽ കയറ്റോ? അഞ്ജലി, നീ എന്തൊക്കെയാ പറയണത്? നോക്ക്, നീ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞു പോയ ഒരു പെണ്ണാണ്. നിനക്കിനി ഒരു ചോയ്സ് ഇല്ല അഞ്ജലി. നീ തെരഞ്ഞെടുത്ത ജീവിതമാണ് അർജുനായിട്ടുള്ള ജീവിതം. ഇനി ആ ജീവിതത്തിൽ നീ ഒത്തുപോകുക എന്ന് മാത്രമേ ഉള്ളൂ. അർജുൻ നല്ലൊരു പയ്യനല്ലേ, അതില് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ അർജുനെ വേണ്ടിയിട്ട് അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ദേഷ്യം മാറിക്കഴിഞ്ഞ ശേഷം ഞാൻ നിന്നെ വിളിക്കാം, അപ്പോൾ നിനക്ക് ഇവിടെ വരാം. പക്ഷെ മുമ്പത്തെ പോലെ ആ പഴയ അഞ്ജലിയായിട്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതെനിക്ക് ഉറപ്പില്ല മോളെ. നീ വന്നു കഴിഞ്ഞാലും പഴയ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആര്യ പറഞ്ഞിട്ട് ഫോൺ വെക്കാട്ടോ. അത് കേൾക്കുമ്പോൾ അഞ്ജലി ആകെ പൊട്ടിക്കരയാണ്. കാരണം തനിക്ക് തന്റെ സ്വന്തം വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അഞ്ജലി ആ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഫോണൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ പൊട്ടിക്കരയാട്ടോ. അത് കാണുമ്പോൾ അർജുനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. താൻ കാരണം എപ്പോഴും മുഖത്ത് ഒരു സന്തോഷവും പുഞ്ചിരിയും മാത്രമുള്ള അഞ്ജലി ഈ ഒരു അവസ്ഥയിൽ ആയല്ലോ, അതിന് കാരണക്കാരൻ താനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ അർജുന ആകെ വിഷമമായി പോവാട്ടോ. അതിനുശേഷം പിന്നീട് കുറുപ്പാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. എടി സേതു, എടാ കാർത്തികേ, ഇന്ന് ശംഖുചക്രത്തെ വലിയൊരു സംഭവം സംഭവിക്കാൻ വേണ്ടി പോകുവാടാ. അവിടെ ആരൊക്കെ മരിച്ചു വീഴുന്നതൊന്നും പറയാൻ പറ്റില്ല. സേതു പറയേണ്ടതേ മനുഷ്യ, ആ അനുപമ പറയണത് കേട്ട് നിങ്ങൾ അതിലൊന്നും പോയി ചാടല്ലേ. അവളെ വിശ്വസിക്കാൻ പറ്റാത്ത ജാതിയാ, പച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല അവളെ. അതൊക്കെ എനിക്ക് അറിയാടി. എനിക്ക് അവൾ എന്ത് ജാതിയായാലും ഒരു കുഴപ്പമില്ല. അവളെ എനിക്കിട്ടൊരു പണി തരാൻ വേണ്ടി നോക്കിയതാണ് ഇവിടെ വന്നിട്ട്. പക്ഷെ ഞാൻ ഇന്ന് ഒരു പണി അവക്കിട്ടും അവളുടെ ഭർത്താവിന് വീട്ടുകാർക്കും കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നീ നോക്കിക്കോ, ഇന്ന് വലിയൊരു സംഭവം തന്നെ നടക്കും. നാളെ രാവിലത്തെ ഫ്ലാഷ് ന്യൂസ് നമ്മുടെ ശംഖുചക്രം തറവാടായിരിക്കും എന്നൊക്കെ കുറിപ്പിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാട്ടോ.
ശേഷം കുറുപ്പ് നമ്മുടെ അനുപമേനെ ഫോൺ വിളിക്കുന്നുണ്ട്. ആ അനുപമേ, ദേ ഇന്ന് രാത്രി തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലത്തെ സംഭവങ്ങളൊക്കെ നടക്കണം. അല്ല ഇന്ന് രാത്രിയോ? അതെ, ഇന്ന് രാത്രി അഭിലാഷ് അവിടെ ഇല്ലല്ലോ അല്ലേ? അഭി വരുമ്പോ നാളെ ആകും. അപ്പോ ഇന്ന് നല്ല എളുപ്പമാണല്ലോ. ശംഖുചക്രൻ തറവാട്ടിൽ എല്ലാവരും 10 മണിയാകുമ്പോ കിടന്ന് ഉറങ്ങുമല്ലോ. ദേ 12 മണിക്ക് ഞാൻ പറഞ്ഞേക്കുന്ന ആള് അവിടേക്ക് വരും. നീ അടുക്കളവാതിൽ തുറന്നെടുക്കണം. അയ്യോ അങ്കിളെ, ഞാനോ? പിന്നെ ഞാനോ? എനിക്കവിടെ തുറന്നെടുക്കാൻ പറ്റുമോ? ശരി അങ്കിളെ, ഞാൻ തുറന്നെടുക്കാം. ഇന്ന് അഞ്ജലിനെ തീർത്തിട്ട് അയാളെ പണി നോക്കി പോയിക്കോളും. അഞ്ജലിക്ക് എന്ത് സംഭവിച്ചാലും ആ തറവാട്ടിൽ ആർക്കും ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതൊന്നും ഒരു പ്രശ്നമില്ല അങ്കിളെ. എങ്കിൽ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇന്ന് രാത്രി അഞ്ജലി എന്ന് പറഞ്ഞ അധ്യായം തീർന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറുപ്പ് ഫോൺ വെക്കാണ്. ശരി അങ്കിളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുപമയെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അനുപമ മനസ്സിൽ വിചാരിക്കുകയാണ്, സോറി അഞ്ജലി, നീ എന്റെ കൂടപ്പിറപ്പൊക്കെ തന്നെയാ. പക്ഷെ എന്റെ ജീവിതത്തിന് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നീ ഈ ഭൂമിയിൽ നിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അനുപമ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ അനുപമയുടെ മൊബൈലിലേക്ക് കോള് വരുന്നുണ്ട്. ആ ഗുണ്ടയാട്ടോ. ഹലോ, വാതിൽ തുറക്ക്, ഞാൻ ഇവിടെ എത്തി എന്ന് ആ ഗുണ്ട ഫോൺ വിളിച്ച് പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ അനുപമയാണെങ്കിൽ പതുക്കെ പമ്മി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പതുക്കെ അടുക്കള ഭാഗത്തേക്ക് പോയിട്ട് ഡോറ് തുറന്നു കൊടുക്കാട്ടോ. ആ ഗുണ്ട വേഗം അകത്തേക്ക് കയറുന്നുണ്ട്. അനുപമ പറയുന്നുണ്ട്, മുകളിലാണ് അവരുടെ മുറി എന്ന് പറയാണ്. ആ ഗുണ്ട പതുങ്ങി മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ അർജുന്റെയും അഞ്ജലിയുടെ റൂമിലേക്ക് പോവാണ്. അനുപമ ഒന്നും അറിയാത്ത പോലെ അനുപമ റൂമിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാണ്. നാളെ പൊട്ടിക്കരയേണ്ടതാണല്ലോ തന്റെ പ്രിയപ്പെട്ട അഞ്ജലി അനിയത്തി മരിച്ചു എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയേണ്ടതല്ലേ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത പോലെ നമ്മുടെ അനുപമ റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാണ് ചെയ്യണത്. ആ സമയത്ത് നമ്മുടെ ഗുണ്ടയാണെങ്കിൽ നേരെ അർജുന്റെയും അഞ്ജലിയുടെ റൂമിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന അഞ്ജലിനെയും അർജുനും ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. പക്ഷെ രണ്ടുപേരും കിടക്കുന്നത് മാത്രമേ അറിയുന്നുള്ളൂ. ആരാണെങ്കിലും കുത്തിയാലും കുഴപ്പമില്ല എന്ന് കുറുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണെങ്കിലും കുഴപ്പമില്ല, അവിടെ ആരൊക്കെ കാണുന്നു അവരെയൊക്കെ അങ്ങോട്ട് തീർത്തേക്ക് എന്നാണ് കുറുപ്പ് പറയണത്. അത് പ്രകാരം ആ ഗുണ്ട ആ കത്തിയെടുത്ത് അഞ്ജലിയുടെ നേരെ കുത്താൻ പോകുമ്പോഴേക്കും അർജുൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് കത്തി മേടിച്ചെടുക്കാൻ പോണ ഇരുട്ടും കൂടിയാണല്ലോ. കത്തി ഇങ്ങനെ മേടിച്ചെടുക്കാൻ പോണ വെപ്രാളത്തിലെ അഞ്ജലി പെട്ടെന്ന് ഒച്ചയും ബഹളവും കേട്ട് ലൈറ്റ് ഓൺ ആക്കാണ്. അഞ്ജലി ലൈറ്റ് ഓൺ ആക്കുമ്പോഴേക്കും ഗുണ്ട രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അർജുനിട്ട് കുത്തിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ് ചെയ്യണം കേട്ടോ. അർജുൻ ആകെ മരണവെപ്രാളം കാണിക്കണം. അഞ്ജലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അർജുൻ ഇത് ചെയ്തതല്ലോ. അപ്പൊ അതുകൊണ്ട് അഞ്ജലിക്ക് ആ ഒരു അർജുന്റെ യഥാർത്ഥ സ്നേഹം മനസ്സിലാവുകയും ചെയ്യാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അർജുനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അഞ്ജലി ശരിക്കും പറഞ്ഞാൽ അർജുനെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ ജീവൻ പോലും പണയം വെച്ചല്ലോ. അപ്പൊ അത്രയ്ക്കും ഇഷ്ടമാണല്ലോ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി കരയുന്നുണ്ട് കേട്ടോ. പക്ഷെ അഞ്ജലിക്ക് മനസ്സിലായി അവിടെ ആരാണ് ആ ഗുണ്ടനെ കൊണ്ടതെന്ന്. ഒരിക്കലും അത് രാഘവനുണ്ണിയല്ലെന്ന് നമ്മുടെ അഞ്ജലിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അത് ആര്? ആ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായല്ലോ, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് തന്റെ സ്വന്തം ചേച്ചി അനുപമേനെയാണെന്ന്. അതുകൊണ്ട് അഞ്ജലി അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഇതിന് പിന്നിൽ അനുപമയാണെന്ന്. അതുകൊണ്ട് തന്റെ ഭർത്താവായ അർജുനെ തൊട്ട് കളിക്കാൻ നോക്കിയ അനുപമേനെ വെറുതെ വിടില്ല അഞ്ജലി. എന്തായാലും അനുപമക്കിട്ട് കിട്ടേണ്ടത് കിട്ടും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.